ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. PSC പരീക്ഷയിൽ എക്കണോമിക്സിൽ നിന്നും ചോദിച്ച് കണ്ടുവരുന്ന റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ നിരക്ക് അതിനെയൊക്കെ നമുക്ക് ഇന്നൊന്ന് ചുരുക്കമായിട്ട് നോക്കാം. ആദ്യം തന്നെ റിപ്പോ നിരക്ക്. രാജ്യത്തെ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കാണ് റിപ്പോ നിരക്ക്. എന്താണ്? രാജ്യത്തെ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കിനെ റിപ്പോ നിരക്ക് എന്ന് വിളിക്കുന്നു. പണപ്പെരുപ്പ സമയത്ത് റിപ്പോ നിരക്ക് എന്തോ ചെയ്യുന്നു? വർദ്ധിപ്പിക്കും. പണപ്പെരുപ്പ സമയമാകുമ്പോൾ റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. പണ ചുരുക്ക സമയമാകുമ്പോൾ റിപ്പോ നിരക്ക് കുറയ്ക്കുന്നു. പണപ്പെരുപ്പ സമയത്ത് വർദ്ധിപ്പിക്കും, പണ ചുരുക്ക സമയമാകുമ്പോൾ റിപ്പോ നിരക്ക് കുറച്ചു കൊണ്ടുവരുന്നു. റിപ്പോ നിരക്ക് ബാങ്ക് നിരക്കിനേക്കാൾ എപ്പോഴും കുറവായിരിക്കും. റിപ്പോ നിരക്ക് ബാങ്ക് നിരക്കിനേക്കാളും കുറച്ചാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ റിപ്പോ നിരക്ക് എന്താണെന്ന് മനസ്സിലായോ? രാജ്യത്തെ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കാണ് റിപ്പോ നിരക്ക്. അടുത്തതിലോട്ട് പോകാം. റിവേഴ്സ് റിപ്പോ നിരക്ക്. റിസർവ് ബാങ്ക് രാജ്യത്തിനുള്ളിലെ വാണിജ്യ ബാങ്കുകളിൽ നിന്നും വാങ്ങുന്ന വായ്പകൾക്ക് നൽകുന്ന പലിശ. എന്താണ്? റിസർവ് ബാങ്ക് രാജ്യത്തിനുള്ളിലെ വാണിജ്യ ബാങ്കുകളിൽ നിന്നും വാങ്ങുന്ന വായ്പകൾക്ക് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. പണപ്പെരുപ്പ സമയമാകുമ്പോൾ റിവേഴ്സ് റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. പണപ്പെരുപ്പ സമയത്ത് റിവേഴ്സ് റിപ്പോ നിരക്കും വർദ്ധിപ്പിക്കുന്നു. പണ ചുരുക്ക സമയത്ത് റിവേഴ്സ് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നു. പണ ചുരുക്ക സമയമാകുമ്പോൾ റിവേഴ്സ് റിപ്പോ നിരക്കും കുറച്ചു കൊണ്ടുവരുന്നു. അടുത്തൊരു ചെറിയ പദം കൂടി നോക്കാം. തുറന്ന വിപണി പ്രവർത്തനങ്ങൾ എന്താണെന്ന് നോക്കുമ്പോൾ കേന്ദ്ര ബാങ്ക് ഗവൺമെന്റ് ഓഹരികൾ, കടപ്പത്രങ്ങൾ വിപണിയിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തുറന്ന വാതിൽ അല്ലെങ്കിൽ തുറന്ന വിപണി പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. തുറന്ന വിപണി പ്രവർത്തനം എന്താണ്? കേന്ദ്ര ബാങ്കും മറ്റ് ഗവൺമെന്റ് ഓഹരികളും കടപ്പത്രങ്ങളും വിപണിയിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് തുറന്ന വിപണി പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഈ ഒരു ചെറിയ ടോപ്പിക് വൈസ് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സ് ഒക്കെ എന്നെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.